ഹായ് ഹലോ എൻജോയ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വ്ളോഗാണ്, മിനി വ്ളോഗാണ് കേട്ടോ, ചെറിയ വ്ളോഗാണ്, ഒരു 3-4 മിനിറ്റിനകത്തുള്ള വ്ളോഗ്. അപ്പം ഞാൻ രണ്ട് യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. നമ്മൾ താമസിക്കാൻ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയെന്ന്? മഴയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല, മഴ പെയ്യുന്നുണ്ട്. മേളിൽ ടെറസിലും ഷീറ്റിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം കൂടെ വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കാടാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഭാഗം മാത്രം, ഫുള്ള് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ യൂണിഫോം ഒക്കെ എടുത്തിട്ട് നൈറ്റി ഒക്കെ എടുത്തിട്ടു. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറച്ച് സ്നഗ്ഗിയും കാര്യങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് കളഞ്ഞൊരു ബക്കറ്റിനകത്താക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. അത് ഞാൻ നമ്മുടെ ബാക്ക് സൈഡിലൊരു ചെറിയ കുഴിയുണ്ട്, അപ്പോൾ അവിടേക്ക് ഉണങ്ങിയതിന് ശേഷം കത്തിച്ച് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ വന്നതിന് ശേഷം, അതായത് നമ്മളിവിടെ താമസത്തിന് വരുന്ന സമയത്ത് നമുക്കിവിടെ വൃത്തിയായിട്ടല്ല അവർ തന്നത്. കാരണം നമ്മൾ പെട്ടെന്നല്ലേ താമസം മാറി. ഇപ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടന്ന ഒരു പഴയ വീടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ട് നമുക്കിത് മതി എന്ന് പറഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് താമസം വന്നത്. ആദ്യമായിട്ട് പിന്നെ നമുക്ക് ഈ ഭിത്തിയിലൊക്കെ കുറച്ച് മാറാലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. കണ്ണ് ഞാൻ അടച്ച് വെച്ചുകൊണ്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആരംഭിക്കുകയാണ് കേട്ടോ. ഞാൻ ക്യാമറയ്ക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് നേരെ വശത്തേക്കാണ്, പക്ഷേങ്കിൽ ക്യാമറയിൽ വരുമ്പോൾ അത് തിരിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ സ്പീഡ് കൂട്ടിയിടുന്നതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ വീടും പരിസരം വൃത്തിയായിട്ട് കിടന്നാൽ മാത്രമല്ലേ പാമ്പും ചേമ്പും ഒന്നും കയറാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് തന്നെയുള്ളൂ ക്യാമറ പോയി ഓണാക്കും, ഓഫാക്കും, സ്റ്റക്കാക്കും, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കിണറിൻ്റെ സൈഡാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പച്ചക്കറിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടാം. ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചാക്കിൽ കാണുന്നത് ഞാൻ ഒരു കരിയാപ്പും തൈയും കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ നടന്നു പോയ വഴിക്ക് റോഡ് സൈഡിൽ നല്ല ചീര കിട്ടി. അപ്പോൾ അത് ഞാൻ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ചൂടോടെ പിഴുതുകൊണ്ട് വന്നുകൊണ്ട് കുത്തി നാട്ടി വെച്ചാണ് കേട്ടോ. 2-3 കറിക്കുണ്ടായിരുന്നു. നല്ല ചുമന്ന ചീരയാണ്, നല്ല ടേസ്റ്റാണ്. പരിപ്പിനകത്തൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ 2-3 തവണ കറി വെച്ചു. അപ്പോൾ ഇത് നീക്കാൻ നോക്കിയിട്ട് നീങ്ങില്ല, കാരണം പഴയ ചാക്കാണ്. അതിനകത്ത് നേരത്തെ വേറെ എന്തോ നട്ട് വെച്ചാണ്. അപ്പോൾ നല്ല കട്ടിയാണ്, ചാക്ക് പിഞ്ചി പോകുന്നത്. അത് കാരണം ഞാൻ അതോട് വെച്ച് പതുക്കെ ഞാൻ അവിടുത്തെ കാര്യങ്ങളും ചപ്പും ചവറും ഒക്കെ വലിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. പഴയ ആൾക്കാർ താമസിച്ചപ്പോൾ കുറേ കുപ്പിച്ചിലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഈസിയായിട്ട് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടുന്നതുകൊണ്ടാണ്. ഒരു 10-20-25 മിനിറ്റ് വീഡിയോ ആണിത്. പക്ഷേങ്കിൽ ഞാനത് അത്രയും ലോങ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഞാനത് ഓടിച്ചു വിടുകയാണ് കേട്ടോ. 3-ലായിട്ടിരിക്കുന്ന സ്പീഡ്, അത്രയും സ്പീഡുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുട്ടാപ്പി കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്, പക്ഷേ ഇന്ന് എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് പറമ്പാണ്, അത് വേറൊരാളുടെ പറമ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിണറിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇടുന്ന ഉണങ്ങുമ്പോൾ കത്തിക്കാമല്ലോ എന്നാണ് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നഗ്ഗിയുടെ വേസ്റ്റായാലും അത്രയും ഞാൻ ഉപ്പിട്ട് അലിയിച്ച് കളഞ്ഞതിന് ശേഷം ആ പ്ലാസ്റ്റിക് അത്ര ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് നേരത്തെ പണിയാണ്. എന്തെങ്കിലും കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് നേരത്തെ പണിയാണ്. കാരണം കണ്ണ് ശ്രദ്ധിക്കണം, അതിനിടയ്ക്ക് കയ്യിൽ കുപ്പിച്ചില് ബ്ലേഡ് കൊള്ളാതെ നോക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഷോർട്സും ലൈവും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ വ്ളോഗും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെന്താ വിശേഷം? നല്ല മഴയുണ്ട് ഇവിടെ ആണെങ്കിൽ, നിന്ന് പെയ്യായിരുന്നു, മഴ തോരാതെ പെയ്യായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചധികം പുളിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെയൊക്കെ ആണെങ്കിൽ ബിയറും കുപ്പിയും കാര്യങ്ങളും, ബിയറും നേരത്തെ താമസിച്ച ആരോ എന്തോ എനിക്കറിയില്ല, ഒരു ബിയറല്ല വേറെ എന്തിൻ്റെ കുപ്പി, മദ്യക്കുപ്പി തന്നെയാണ്. അതെടുത്ത് വെച്ച് ഞാനിങ്ങനെ പച്ച കളർ ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതെടുത്ത് ഞാൻ പിടിച്ചുകൊണ്ട് നിന്നൊരു റൗണ്ട് വെച്ചാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുപ്പി പൊട്ടാതെ പിന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ഈ കാണുന്നത് ഒരു ചെറിയൊരു കുളം പോലെയാണ് കേട്ടോ, കിണറിനോട് ചേർന്നൊരു ടാങ്ക് പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, കുട്ടാപ്പിയൊക്കെ കൂടി അത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല, ഒരു ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ സ്പീഡിൽ കാണാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ടോ? വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിനിടയിൽ ഓടി വന്ന് ക്യാമറ ഓഫ് ചെയ്യും, ആ ചെളിയെല്ലാം തൂത്ത് കളഞ്ഞിട്ട് ഓടി വന്ന് ക്യാമറ ഓഫ് ചെയ്യും, പിന്നെ ഓണാക്കും.
ഇതിനിടയിൽ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. പുറയിലൊരു മമ്മട്ടി തൂമ്പയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഇപ്പോൾ അത് നോക്കിയപ്പോൾ അത് കണ്ടില്ല. അതിനുശേഷം പുറകിൽ പോയി ഞാനൊരു ഊലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും തൂത്ത് വാരിയാണ് കേട്ടോ. തൂത്ത് വാരി നമുക്ക് ഒരു നല്ലൊരു ബേസിനായിരുന്നു കേട്ടോ. ആ കാണുന്നൊരു ബ്ലാക്ക് കളറിൽ നല്ല ബേസിനായിരുന്നു. കഴിഞ്ഞ് സോണറൊക്കെ ഇവിടെ വിറകെടുക്കാൻ വന്നപ്പോൾ അത് ആ കാട്ടിനിടയിൽ കിടക്കായിരുന്നു. അപ്പോൾ അതിലറിയാതെ കാറിൻ്റെ ടയർ കയറിയിട്ട് അതങ്ങ് ചളുങ്ങിപ്പോയി. എന്നാലും പൊട്ടിയില്ല, കാരണം വെച്ചാൽ ഈ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കൂലേ ഈ ബ്ലാക്ക് കളറിൽ വലിയ, അതാണ് കേട്ടോ. ടയറിൻ്റെ ചക്രം കയറിയിട്ട് അത് പൊട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം വാരി ഒരു സൈഡിലേക്ക് ആക്കി നീറ്റാക്കി കേട്ടോ. ഞാനിപ്പോൾ മുറ്റം നിങ്ങളെ കാണിക്കാം. നേരത്തെ കിടന്ന ആ സൈഡും ഇപ്പോൾ ഞാൻ വൃത്തിയാക്കിയതിന് ശേഷമുള്ളതും നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു തരത്തിൽ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യം കണ്ട സ്ഥലം പോലെയാണോ നോക്കിക്കേ. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഭാഗം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി നാളെ വയ്യ മക്കളെ, വയ്യതിൻ്റെ കരിയാപ്പ്, ചീര, ഒരു ചെറിയ കാന്താരി. കാലയിലൊക്കെ ഇത്രയും ചെളിയായി. എനിക്ക് എവിടെയും കൂടെ ഒന്ന് കഴുകി വിടണം. കഴുകി വിട്ട് കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ശുഭം. ഇനി ബാക്കി നാളെ ആണ് കേട്ടോ. നോക്കി നാളെ ചെയ്യുന്നുള്ളൂ. മടുത്തു, വെട്ടം പോയി. നമുക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായി ഫോണിൽ, പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമില്ല, ഒരു ചെറിയ വീഡിയോ ആണ്, ക്ലീനിങ് വീഡിയോ ആണെങ്കിലും ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടോടെ വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, സീ യു.